എല്ലാവർക്കും നമസ്കാരം. ഓലാപ്പിൻ്റെ AI ടൂൾ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ മനോഹരമായ ഗിബ്ലി ഇമേജുകളും ഒരു ഇമേജിനെ ബേബി ഇമേജാക്കി മാറ്റുന്നത് എങ്ങനെയെന്നുമാണ് ഈ എപ്പിസോഡിൽ പഠിക്കാൻ പോകുന്നത്. എല്ലാവരെയും ഓലാപ്പിൻ്റെ ഈ പാർട്ട് 3 എന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനു മുമ്പത്തെ 2 എപ്പിസോഡുകൾ നമ്മൾ പഠിച്ചത് ആദ്യത്തേത് ChatGPT ഉപയോഗിച്ച് ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ ഒരു ആക്ടിവിറ്റിയുടെ ഉത്തരം കണ്ടെത്തുന്ന ടെക്നിക്കാണ്. രണ്ടാമത്തേത് ജെമിനി വഴി നമ്മൾ മലയാളം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന വഴിയാണ്. വളരെ പെട്ടെന്ന് ഉത്തരം നമുക്ക് കിട്ടുകയും ചെയ്തു അല്ലേ? ഈ എപ്പിസോഡുകൾ കാണാനായിട്ട് മുകളിലത്തെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ താഴെ ഫസ്റ്റ് കമൻറ്റിൽ ഈ 2 വീഡിയോയുടെ ലിങ്കുകൾ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് തുടർന്നുള്ള ഭാഗം കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ChatGPT എടുക്കുക. ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ എടുക്കുക. ഞാനിവിടെ മമ്മൂട്ടിയുടെ ഇമേജാണ് എടുത്തിരിക്കുന്നത്. മേക്ക് ദിസ് ഇമേജ് ആസ് ബേബി എന്ന പ്രോംപ്റ്റാണ് ഞാൻ കൊടുക്കുന്നത്. ChatGPT കുറച്ച് സമയം വേണ്ടി വരും. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. മമ്മൂട്ടിയുടെ ഒരു നോക്കൂ, മനോഹരമായിട്ടുള്ള ഒരു ബേബി ഇമേജ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ വിധത്തിൽ നമുക്ക് ഏത് ഇമേജിനെയും ബേബി ഇമേജ് ആക്കാവുന്നതാണ്. മോഹൻലാൽ സാറിൻ്റെ കൂടെ എടുക്കുകയാണ്. വെയിറ്റ് ചെയ്യാം. ദിസ് ഇമേജ് 2 എന്ന പ്രോംപ്റ്റാണ് കൊടുത്തത്. വാവ്, നമുക്ക് മറ്റൊരു ഇമേജും ക്യൂട്ടായിട്ടുള്ള മറ്റൊരു ഇമേജും ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ടെക്നിക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഗിബ്ലി ഇമേജ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ശ്രീനിവാസൻ ചേട്ടൻ്റെ ഇമേജാണ് എടുത്തേക്കുന്നത്. മേക്ക് ഇറ്റ് ആസ് ഗിബ്ലി. ഗിബ്ലി ഇമേജ് എന്നാണ് കൊടുക്കുന്നത്. മേക്ക് ഇറ്റ് ആസ് ഗിബ്ലി ഇമേജ് എന്ന പ്രോംപ്റ്റാണ് കൊടുക്കുന്നത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്തതിന് ശേഷം അതും നല്ല രീതിയിൽ ഒരു ഗിബ്ലി ഇമേജ് ക്രിയേറ്റ് ചെയ്തതായി, നല്ല രീതിയിലുള്ള ഒരു ഗിബ്ലി ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്തതായി കാണാൻ സാധിക്കും. എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുക, പഠിക്കുക. നിങ്ങളുടെ ഫോട്ടോസ് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ പ്രൊഫൈൽ പിക്ചറായിട്ടോ ഒക്കെ ഇടുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓലാപ്പിൻ്റെ തുടർന്നുള്ള വീഡിയോസും എപ്പിസോഡ്സൊക്കെ എല്ലാവരും കാണുക. നമുക്ക് ഒരുമിച്ച് നിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാ ടൂളുകളും ഉപയോഗിച്ച് നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത്തരത്തിൽ കൂടുതൽ പ്രയോജനകരമായ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യുക. മോർ എന്ന് ടൈപ്പ് ചെയ്യണം. കൂടാതെ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ അതും നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാൻ മറക്കരുത്.